ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചിന്നിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥ തുടരുന്നു. അവൾ അങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു, ഇത്രയും വലിയ പോസ്റ്റിലുള്ള ആളല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല. എന്തു ചെയ്യും? എൻ്റെ മനസ്സിലാണെങ്കിൽ എന്തൊക്കെയോ അരുതാത്തത് തോന്നിത്തുടങ്ങുന്നു. എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എന്നെ ഈ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമോ? അവൻക്കറിയില്ലല്ലോ ഞാൻ കളിക്കൂട്ടുകാരിയാണെന്നും ഒന്നും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാ? വല്ലാത്തൊരവസ്ഥയിലാണല്ലോ. ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അവൻ ഇതാ അവളുടെ മുന്നിൽ കൂടെ പോകുന്നു. എന്തിന് പറയണം, അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭവം എന്നൊക്കെ പറയാലോ. ഒരേപോലെ ഒരേ സമയത്ത് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ മുന്നിൽ കൂടെ പാസ് ചെയ്തു. വല്ലാത്തൊരു ഫീലിങ് എന്നൊക്കെ പറയാലോ. പക്ഷേ അവളുടെ ജോലിയിൽ അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താണ് ഓർത്തുകൊണ്ട് ഇരിക്കുന്നത്? നീ ജോലി ശ്രദ്ധിക്കുന്നില്ലേ? നീ ജോലിയൊക്കെ കഴിഞ്ഞോ? ഏൽപ്പിച്ചത് ഫയലുകളെല്ലാം എൻ്റെ ടേബിൾമേ എത്തണം, കേട്ടല്ലോ. ഇനി തമാശ കളിച്ചിരുന്നാൽ എനിക്ക് അടുത്ത ജോലി തരേണ്ടി വരും. ഇല്ല സാർ, ഞാൻ ചെയ്തോളാം. ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു പോയതാണ്. അങ്ങനെ പറഞ്ഞു. അവൾ എങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ, ഇവനെ ഓർത്തുകൊണ്ട് ഇരുന്നതാണെന്നും. പക്ഷേ അവനക്ക് സംശയം വരില്ലേ, ഇവനെ ഓർത്തുകൊണ്ട് ഇരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ? പക്ഷേ റാഷി ക്യാബിലുണ്ട്, അതുകൊണ്ടാണ് കലിപ്പൻ ഇത്ര ദേഷ്യം. എന്തിനു പറയാം, നമ്മളെ കലിപ്പൻ ചെക്കൻ ക്യാമറയിലൂടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, കലിപ്പനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്താ ഇവളോട് എത്ര അധികം സംസാരിക്കാനുള്ളത് എന്നൊക്കെ. കുറച്ച് സമയമൊക്കെ 5 മിനിറ്റൊക്കെ നോക്കിയിരുന്നു. അവരെ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അവർ വേറെ ഒന്നുമല്ല. അവളോട് ചോദിച്ചു, നീ മാരേജ് ഒന്നും നോക്കുന്നില്ലേ? ഇല്ല, ഞാനിപ്പോഴൊന്നും നോക്കുന്നില്ല. എന്താ ഇനി എപ്പോഴാ? മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണോ? അപ്പോൾ പറഞ്ഞു, നീയും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നീയും കല്യാണം കഴിക്ക്, എന്നിട്ട് ഞാൻ കെട്ടാം. ഓക്കെ, നീ ആദ്യം കെട്ടാൻ നോക്ക്. നീ ഇവിടെ ആരോ സെറ്റാക്കിയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഞാനോ? എപ്പോ? ആര്? അപ്പോൾ പറഞ്ഞു, ഏതോ ജാസ്മീനോ ഏതോ കുട്ടി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു കേട്ടല്ലോ. ഏയ് ഇല്ല, നോ, അങ്ങനെയൊന്നുമില്ല. നീ ചുമ്മാ കേട്ടതായിരിക്കാം. നീ എന്തിനു പറയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് അവരിങ്ങനെ കളിക്കും ചിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ചിരിയിലായിരുന്നു കേട്ടോ രണ്ടുപേരും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ട് കാലിപ്പനാകെ കാലി തുള്ളി നിൽക്കുക കേട്ടോ. കലി എന്ന് പറഞ്ഞ ഭയങ്കര കലി. അവനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവനോട് സംസാരിക്കണേ കുശുമ്പാണെന്നൊന്നും. പക്ഷെ ഇവൻ ക്യാബിലോട്ട് വിളിപ്പിച്ചു. അപ്പോൾ അവൾ ചെന്നു, സാർ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു, കമേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സാർ? ഞാൻ ഫയലുകളെല്ലാം നോക്കിയായിരുന്നു. എന്താ ഫയല് ഇതുവരെ ടേബിൾ മേൽ എത്തിയില്ലല്ലോ? ദേഷ്യം കൊണ്ട് കേട്ടോ, അല്ലാതെ അവളോടുള്ള ദേഷ്യം കൊണ്ടല്ല. അവനോട് സംസാരിച്ചില്ലേ, ആ ഒരു ദേഷ്യം അവനക്ക്. എന്തിനു പറയണം, നല്ല ദേഷ്യം. പക്ഷെ അവൾക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല കേട്ടോ, പിന്നെ എന്തിനാ ഇങ്ങനെ കലിപ്പാവുന്നത് എന്നൊക്കെ ഉദ്ദേശിച്ച് ഇവിടെ ആകെ സൈലൻ്റായി ഇങ്ങനെ നിൽക്കുക കേട്ടോ. സാർ കുറച്ചും കൂടെ ഉണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പറഞ്ഞ വർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യില്ല. തമാശ പറഞ്ഞ് കളിക്കാനും ചിരിക്കാനും ഇവിടെ ഓരോരുത്തരും കൊഞ്ചിക്കൊഴയാനും അല്ലേ വരുന്നത്. അതിനും ഇതിനും എന്നൊക്കെ പറഞ്ഞ് ഇവളെ വെറുതെ ചുമ്മാ കയറി വഴക്ക് പറയാൻ തുടങ്ങി. ഇവൾ കുറച്ചു നേരമൊക്കെ മിണ്ടാതിരുന്നു. അതെ, അങ്ങനെയൊക്കെ തന്നെ. അതിനിപ്പോൾ സാറിനെന്താ?
ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ ജസ്റ്റ് സംസാരിച്ചെന്നൊക്കെ വരും. സാറിന് വല്ല കുഴപ്പമുണ്ടോ സാർ എന്ന് ഇവൾ മുഖത്തടിച്ച പോലെ ചോദിച്ചു. ഇവൻ്റെ കിളിയും കോ നമ്മുടെ ചെക്കൻ്റെ കിളിയും കോടും എടുത്ത് പറന്നുപോയി. അവൻ ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അല്ല സാർ, ഫയൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിനു മുന്നേ വേറെ എന്തോ പറഞ്ഞല്ലോ, ഞാൻ കേട്ടല്ലോ. ഇല്ല, സാറിന് തോന്നിയതായിരിക്കാം, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ചെറിയ ചിരിയും പുഞ്ചിരി മുഖത്ത് വരുത്തി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഫയലുകളെല്ലാം തീർക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് തീർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ചായ കുടിക്കാനുള്ള ടൈമായി. ചായ പോലും കുടിക്കാൻ പോവാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് രാഹുൽ വന്നു വിളിച്ചു. ശ്രീലക്ഷ്മിയും വന്നു അങ്ങോട്ട്. ശ്രീലക്ഷ്മിയും രാഹുലും വന്നിട്ട് പറഞ്ഞു, നീ വാടി, ചായ കുടിച്ചിട്ട് നീ ജോലി ചെയ്യാം. പിന്നെ ചായ കുടിക്കാണ്ടാണോ ജോലി? ആകെ ഒരു ചായ മാത്രമേ ഉള്ളൂ, ചോറിനും ചായക്ക് മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുകയുള്ളൂ. ആ സമയത്തും നീ വർക്ക് എന്ന് പറഞ്ഞിരിക്കല്ലേ. എന്തോന്നടി ഈ വർക്ക്? നീ ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞു ശ്രീലക്ഷ്മി. അവൾക്കാണെങ്കിൽ വെള്ളത്തിന് ദാഹിച്ച് തൊണ്ടയെല്ലാം ഉണങ്ങിയ പോലത്തെ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഇവർ വിളിച്ചപ്പോൾ പെട്ടെന്ന് സമ്മതിച്ചു. ഓ ശരി, ഞാൻ ചായ കുടിക്കാൻ വരാം, കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അവർ പോയി ചായയെല്ലാം കുടിച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ ഹലോ ആരാ? ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ. പക്ഷേ എന്തിനു പറയണം, ഒരു നിമിഷം പോലും കാണാതെ ഇരിക്കാൻ ഇവനിക്കും കഴിയുന്നില്ല. എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. പക്ഷേ